ഹലോ ഡിയേഴ്സ്. അപ്പം ഞങ്ങൾ ട്രാൻസ്പോർട്ടിലേക്ക് പോയി. ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. ട്രാൻസ്പോർട്ടിലേക്ക് പോയി ഞങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം എടുത്തിട്ട് വന്നിട്ട് നേരെ യൂണിറ്റിലേക്കും മോങ്കുട്ടൻ ഏകദേശം ഒരു 3 മണിയായി വന്നപ്പോൾ മോങ്കുട്ടൻ നേരെ യൂണിറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി കുറേയൊക്കെ അധികം നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം പൊട്ടിച്ച് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ദുവിനെ ഞാൻ എല്ലാം ഒന്ന് പഠിപ്പിച്ച് കൊടുക്കുവാണ്. അവൾ ജസ്റ്റ് ഇന്ന് 5-ാം തീയതി ഇന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇതെല്ലാം സ്പ്ലിറ്റഡ് ആക്കാനുള്ളതാണ്. ഓരോരോ പീസസ് ആയിട്ട് ഓരോ കസ്റ്റമറിൻ്റെ ഓർഡേഴ്സായിട്ട് ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് നമ്മൾ മാറ്റാനുള്ളതാണ്. പെൻഡിങ് ആയിപ്പോയതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിപ്പോയത്. ആ ദുപ്പട്ടാസും ബോട്ടവും നമുക്ക് പെൻഡിങ് ആയിപ്പോയി. പിന്നെ റണ്ണിങ് മെറ്റീരിയൽസും ഒരു 12 ചുരിദാർ മെറ്റീരിയൽസും പെൻഡിങ് ഉണ്ട്. അതിന് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എടുക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. ബാക്കി ദുപ്പട്ടയും ബോട്ടോ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. റണ്ണിങ് മെറ്റീരിയലൊക്കെ ഇതിനേക്കാളും നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാത്ത ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അടിപൊളി കളക്ഷൻസ് നമുക്ക് പൊട്ടിക്കാത്ത ബണ്ടിലുകളുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അതുകൊണ്ട് ഞാനിത് പൊട്ടിച്ചിട്ടില്ല. ഇഷ്ടം പോലെ ഞാൻ തരും എല്ലാവർക്കും. വെയിറ്റ് ചെയ്ത് എല്ലാവർക്കും നല്ല കളക്ഷൻസ് ഞാൻ തന്നിരിക്കും കേട്ടോ. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് നന്ദി കേട്ടോ. ഹലോ, അപ്പം ഓൺ വോയിസിലാണ് വന്നത്. ഓൺ വോയിസിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാനും മലനും കൂടി രാവിലെ ഇവിടെ ഭയങ്കര തിരക്കാണ്. നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. ഞാനില്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാര്യങ്ങളും നടക്കില്ല. മമ്മിക്ക് എല്ലാത്തിനും എന്തിനും ഞാൻ തന്നെ വേണം, ഇല്ലെങ്കിൽ മമ്മി ഒരു കാര്യം നടക്കത്തില്ല. അപ്പോൾ ഞാനതെല്ലാം ജസ്റ്റ് രാവിലെ എല്ലാം ഒന്ന് ഹെൽപ്പെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം ഓടി ഞാൻ ഇവിടെ പോയി ട്രാൻസ്പോർട്ടിൽ പോകാനായിട്ട് ഉച്ചയ്ക്ക് അലന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അലനും കൂടി ട്രാൻസ്പോർട്ടിൽ പോയി നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു. പൊട്ടിച്ചു, ബണ്ടിൽ പൊട്ടിച്ചു. പിന്നെ നേരെ യൂണിറ്റിലോട്ട് കുറേ ഐറ്റം വിട്ടു. പിന്നെ ഫാബ്രിക്സ് ഇനിയും ഉണ്ട് പൊട്ടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ബോട്ടവും ദുപ്പട്ട എനിക്ക് അർജൻറ്റായിട്ട് അതായിരുന്നു ഏറ്റവും അത്യാവശ്യം. 98 ബോട്ടവും 98 ദുപ്പട്ടയും 28 ബോട്ടവും ആയിരുന്നു അർജൻറ്റായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് പെൻഡിങ് ഉണ്ടായിരുന്ന സാധനങ്ങൾ. അപ്പം ആ പ്രോഡക്റ്റുകൾ അർജൻറ്റായിട്ട് എനിക്കതൊന്ന് അയച്ചു കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോയിട്ട് ബാക്കി ഇനി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ദു 5-ാം തീയതിയാണ് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് പുള്ളിക്കാരി വന്നതേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരി അതെല്ലാം ഒന്ന് പഠിച്ച് വരണം, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് നാളെ തൊട്ടായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരിക്കുന്നത്. വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോഡക്റ്റ് തരണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോഡക്റ്റ് തരാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ഞാൻ ചെയ്യാണ്ടിരുന്നത്. എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഒരുപാട് വെയിറ്റിംഗ് ആണ്. ഒരുപാട് എനിക്ക് കോൾ വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്ത, എന്താ എല്ലാവരും വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കൺവിൻസ് ആക്കി തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വീഡിയോ പോലും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല. നമുക്കത് കറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല. എല്ലാവരും വെയിറ്റ് ചെയ്തു. എന്നെ കരുതി മാത്രമാണ് ഇത്രയും നാളും കസ്റ്റമേഴ്സ് എനിക്ക് തോന്നുന്നു വെയിറ്റ് ചെയ്തിരുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു, റീഫണ്ട് ഈ ഒരു തൽക്കാലത്തെ സിറ്റുവേഷനിൽ പോസിബിൾ അല്ല. എല്ലാവരുടെയും പ്രൊഡക്റ്റ് നമ്മൾ നല്ല പ്രൊഡക്റ്റുകൾ തരും. ഇനി ക്രിസ്മസ് സീസണാണ് വരുന്നത്. അപ്പോൾ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ടയേർഡാണ് കേട്ടോ. ഞാനിപ്പോൾ വന്ന് കയറിയതുള്ളൂ. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ ഞാനൊരു ഓൺ വോയിസിലൊരു ചെറിയ വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് പറയാം. അപ്പോൾ നാളെ തൊട്ട് നമ്മുടെ നല്ല കളക്ഷൻസിൻ്റെ ക്രിസ്മസ് കളക്ഷൻസ് എല്ലാം റെഡി ആയെന്ന്. എനിക്കൊന്നും പോകാൻ പറ്റണില്ല. ഇപ്പോൾ തന്നെ യൂണിറ്റിലോട്ടൊന്നും പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നേ. ഇപ്പോൾ ഈ പെൻഡിങ് കിടക്കുന്നത് കൊണ്ടാണ്. പെൻഡിങ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓഫീസിലേക്കും പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഫ്രഷപ്പായിട്ട് നാളത്തേക്കുള്ള സാധനങ്ങളെല്ലാം ഇനി വരുന്ന പുതിയ ഓർഡേഴ്സ് എല്ലാം ഫ്രഷപ്പായിട്ട് ഓഫീസിലേക്ക് പോയി അവിടെ നിന്ന് പാക്ക് ചെയ്ത് പിറ്റേ ദിവസം നിങ്ങളുടെ കൈകളിലേക്ക് 2 ഡേയ്സിനുള്ളിൽ ഇവിടെ നിന്ന് ഡെസ്പാച്ചിങ് ചെയ്യാനായിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. വിത്തിൻ 2 ഡേയ്സ്. അപ്പോൾ 2 ഡേയ്സിൽ നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും സന്തോഷം, എല്ലാവർക്കും ഹാപ്പി, ഞാനും ഹാപ്പി, എൻ്റെ കസ്റ്റമേഴ്സ് ഹാപ്പി, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞ പാക്കിംഗ് സെറ്റപ്പ് ഒന്ന് റെഡി ആക്കിയതിന് ശേഷമേ. പിന്നെ മോംസ് കോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിലും എൻ്റെ ഒരു കൈ പോയി കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അതും അവതാളത്തിലാകും. അപ്പോൾ എല്ലായിടത്തും ഞാനൊന്ന് ഓടി എത്തിയാലേ പറ്റുള്ളൂ. അപ്പോൾ നാളെ എന്നെ യൂണിറ്റിൽ പോകണം. കാരണം പുതിയ ഫാബ്രിക് ഇന്നാണ് വന്നെല്ലാം പൊട്ടിച്ചത്. ഇപ്പോൾ നാളെ എൻ്റെ സാമ്പിൾസ് എല്ലാം കൊണ്ട് കൊടുക്കണം, ചെയ്യണം. ഞാൻ ഒരെണ്ണം ഇന്ന് സാമ്പിൾ കൊടുത്തൊരു കോഡ് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട് നാളത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. റെഡിൻ്റെ ഒരു കോഡ് സെറ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ 699 റേറ്റിൽ അടിപൊളി കോഡ് സെറ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് റെഡിൻ്റെ. അത് നമുക്ക് നാളെ കാണാം. റെഡ് മാത്രമാണ് 180 പീസസ് ഞാൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു പീസ് ഞാൻ സാമ്പിൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാവേ. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കിങ്ങിൻ്റെ സെക്ഷൻ ഒന്ന് കണ്ടേക്കാം. ജസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും. പാക്ക് ചെയ്ത് വെച്ച് ഞങ്ങൾ ഡെസ്പാച്ചിങ് ആണ്. സോ ആരും ടെൻഷനൊന്നും അടിക്കരുത്. ഈ ഒരു ഒറ്റ വീഡിയോയിൽ വന്നൊരു പ്രശ്നത്തിലാണ് ഇത്രയും പെൻഡിങ് ആയി പോയത്.
പിന്നെ അത് മാത്രമല്ല ദീപാവലി കഴിഞ്ഞ് 1-ാം തീയതിയാണ് ഇവന്മാർ മാർക്കറ്റ് ഓപ്പൺ ആക്കിയത്. അപ്പോൾ ഈ 1-ാം തീയതിക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇവന്മാർ എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് അവിടുന്ന് ബണ്ടിൽ വരെ വിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം എനിക്കിവിടെ ഇന്നലെയല്ല മെനിഞ്ഞാന്നാണ് ബണ്ടിൽസ് എത്തിയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതോ ഇനി അത് കഴിഞ്ഞിട്ടാണോ എന്നും ഒരു പിടുത്തമില്ല. ഞാനൊരു 15 ദിവസം കൊണ്ട് ഇത് കേൾക്കുന്നത് അയച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. കാരണം ഒരു കളറിൽ തന്നെ ഇത്രയും ഓർഡേഴ്സ് നമുക്ക് ഇവിടെ ഒരിടത്തുനിന്ന് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് സൂറത്തിൽ നിന്ന് മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒറ്റ കളറിൽ തന്നെ ഇത്രയും അധികം ക്വാണ്ടിറ്റി ആയിട്ടുള്ള കേട്ടോ ദുപ്പട്ടാസ്. വെറൈറ്റി വേറെ ദുപ്പട്ട കൊണ്ടുവന്നിട്ടുണ്ട് ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട്. അതൊക്കെ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു കളറിൽ 60 പീസ് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാവേ. നമ്മുടെ റോക്കിക്കുട്ടൻ ദാ ഇവിടെ ചപ്പി കിടക്കുന്നുണ്ട് കണ്ടോ, നോക്കിക്കേ. റോക്കിക്കുട്ടൻ ഇങ്ങനെ ചപ്പി കിടക്കുക, നോക്കി തവള കിടക്കുന്നത് പോലെ. അപ്പോൾ ദാ നമ്മുടെ പാക്കിംഗ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പഠിച്ചോടി നീ? ബുദ്ധിമുട്ട്. ഞാൻ എന്താ വരുന്നേ, നമ്മുടെ ദുപ്പട്ടയാണത് ഇത്രയും പെൻഡിങ് ആണെന്നേ കൂടുതലായി പോയത് കേട്ടോ. ഈ ഒരു കളറിൽ തന്നെ നമുക്ക് ഇത് 12 എണ്ണമാണ് ഒരു കളറിൽ വരുന്നത്. ഈ ഒരു ബോക്സിൽ 12 എണ്ണമാണ്. ഇതും അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഇതേപോലെ ഒരേ കളർ കിട്ടണമെങ്കിൽ നമുക്ക് ഒരിടത്തുനിന്ന് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം ഏകദേശം എനിക്ക് 98 പീസ് ഒരേ കളറിൽ വന്ന ഓർഡേഴ്സാണ് കസ്റ്റമേഴ്സിൻ്റെ. അപ്പോൾ ഇത് ഞാനിനി സോർട്ട് ചെയ്ത് പലർക്കായിട്ട് അയക്കേണ്ട ദുപ്പട്ടാസാണ്. ഇതെല്ലാം ഓരോരുത്തരുടെ ദുപ്പട്ടകളാണ്. പക്ഷെ നമുക്ക് ബണ്ടിലായിട്ടല്ലേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഒരു ഹിറ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു ഈ സാധനം ഒരു 60-70ഓളം ഈ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പം എന്തായാലും എടി അലനെന്തി യൂണിറ്റി പോയോ? ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അവനെ കൂടെ പോയി വിളിച്ചോണ്ട് വരട്ടെ. വന്നു കഴിഞ്ഞിട്ട് നീ അത് അഡ്രസ്സൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എത്താവേ. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സഹകരിച്ച് എല്ലാവർക്കും 1000കണക്കിന് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കിട്ടിയ കളക്ഷൻസാണ്. നല്ല കോട്ട് സെറ്റ്സ്, ഷർട്ട് കോളറിൻ്റെ കോട്ട് സെറ്റ്സ്, അതുപോലെ തന്നെ അടിപൊളി കളക്ഷൻസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഓട്ടം കാരണമാണ് ഇങ്ങനെ ഒരു ഡിലേ ആയി പോയത്. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നും ഓർക്കുക. അപ്പം എല്ലാവർക്കും സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇടാനായിട്ട് മറക്കണ്ട. കമൻറ്റേഴ്സിന് വിന്നറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ കമൻറ്റേഴ്സിന് ഞാൻ നാളത്തെ കോഡ് സെറ്റാണ് ഗിഫ്റ്റായിട്ട് തരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം മറക്കാണ്ട് ഇന്നത്തെ നമ്മളെ ഈ ഒരു കുഞ്ഞു വീഡിയോയുടെ കമൻറ്റ് നിങ്ങൾ ഇട്ടോ, ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റ്സ് നിങ്ങൾ ഇട്ടോ. അപ്പോൾ ആ കമൻറ്റ് ഇടുന്ന ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ നാളെ നമ്മുടെ ക്രിസ്മസിൻ്റെ കോഡ് സെറ്റാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.